ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 18-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും റേഷൻ സംബന്ധമായിട്ട് സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന ഒരു പദ്ധതി, ഇനി ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യം, ഇതൊക്കെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 7 ജില്ലകളിൽ ഉച്ചവരെയും 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ്. കഴിഞ്ഞ 13-ാം തീയതി മുതൽ തന്നെ ഇങ്ങനെയാണ്. പക്ഷേ ഇന്ന് മുതൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് 4 മണിക്കൂർ വീതമാക്കിയിട്ടുണ്ട് റേഷൻ വിതരണം. നിലവിൽ റേഷൻ വിതരണം ഉച്ചവരെ 3.5 മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂറും ആയിരുന്നു. അത് 4 മണിക്കൂറാക്കി അധികരിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെയും, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 7 മണി വരെയുമായിരിക്കും ഇന്നു മുതൽ റേഷൻ വിതരണം ഉണ്ടാവുക. 25-ാം തീയതി വരെ ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. അതിനുശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നീട് അറിയിക്കുന്നതാണ്. നിലവിൽ 18-ാം തീയതി, അതായത് നാളെ വരെ ആയിരുന്നു ഇത്തരത്തിലുള്ള നിയന്ത്രണം എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അത് സാധാരണ രീതിയിലേക്ക് മാറും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നു മുതൽ വീണ്ടും അത് അധികരിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നു മുതൽ റേഷൻ വിതരണം ഇങ്ങനെയായിരിക്കും. മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം റേഷൻ കട അവധിയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം റേഷൻ കടയിൽ പോയാൽ റേഷൻ ലഭിക്കുകയില്ല. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ രാവിലെ പോയാലും റേഷൻ ലഭിക്കില്ല. രാവിലെ റേഷൻ കട അവധിയായിരിക്കും. ആ സ്ഥലങ്ങളിൽ 3 മണിക്കായിരിക്കും റേഷൻ കട തുറക്കുക. രാത്രി 7 മണി വരെ റേഷൻ കട പ്രവർത്തിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉജ്ജൽ യോജന എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി പ്രകാരം പല ആളുകൾക്കും ഗ്യാസ് കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്, കേരളത്തിന് പുറത്താണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലായിട്ടുള്ളത്. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഗ്യാസ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരം കുറവുള്ള ആളുകളൊക്കെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. പല ആളുകൾക്കും ഇത് അറിയാത്തത് മൂലം ഇത് എടുക്കാത്ത ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ 1 കോടിയോളം കണക്ഷൻ കൂടി പുതുതായി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. അപ്പം ഇതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ഒന്ന് ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. അവിടെ പോയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയാവുന്നതാണ്. BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിക്കുക. നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള റേഷൻ കാർഡിൽ ഈ ഒരു കണക്ഷൻ ലഭിക്കില്ല. നിലവിൽ ഈ ഒരു ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം രാജ്യത്ത് നിരവധി പേർക്ക് ഈ ഒരു ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തിരുന്നു. പക്ഷേ വിൽക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. കാരണം ഗണ്യമായിട്ടുള്ള വിലവർധനമാണ് അതിനുള്ള ആ ഒരു കാരണമായിട്ട് പറയുന്നത്. അത് വലിയ വാർത്തയായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ ഗ്യാസ് കുറ്റിയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ തൂക്കി വിൽക്കുന്ന, ഇരുമ്പ് വിലക്ക് വിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. എന്തായാലും സൗജന്യമായിട്ട് BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ ലഭിക്കും ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം. അതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസി ഏതാണ് അവിടെ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്ക്ഡൗണിന് സമാനമായ രീതിയിൽ കോവിഡ് കുതിച്ചുയരുകയാണ്. 175% രോഗികളുടെ വർധനവ് ഒരാഴ്ച കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. 30.55% ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറഞ്ഞാൽ 100 ആളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 30-ലധികം രോഗികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ലോക്ക്ഡൗണിലേക്ക് പോവുകയില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിലും രോഗികൾ കൂടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണം കൂടും. ആ ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഭക്ഷ്യക്കിറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഭക്ഷ്യക്കിറ്റിനെ കുറിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം ഭക്ഷ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയ സമയത്ത് കിറ്റിനെ കുറിച്ച് പത്രക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഭക്ഷ്യമന്ത്രി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്.
നിലവിൽ ലോക്ക്ഡൗൺ ആയിട്ട് ആളുകൾ ബുദ്ധിമുട്ടി പോകുന്ന സ്റ്റക്കാവുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഇനിയും ഭക്ഷ്യക്കിറ്റ് ഉണ്ടാകും എന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് അതൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിനിയന്ത്രണത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 4000-ഓളം രോഗികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വെറും 60,000-ന് താഴെ ടെസ്റ്റ് നടത്തിയപ്പോൾ 20,000-ഓളം രോഗികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയാം 1,50,000, 1,60,000 ഒക്കെ ടെസ്റ്റ് നടത്തിയിട്ട് ഒരു 20,000, 25,000 രോഗികൾക്കാണ് ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തിന് വ്യത്യസ്തമായിട്ട് 50,000, 60,000 ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30%, അതുപോലെ തന്നെ രോഗികൾ 20,000-ന് അടുത്തൊക്കെ എത്തിയ ഒരു അവസ്ഥ. അപ്പോൾ എത്രത്തോളം രോഗികൾ നമ്മുടെ സംസ്ഥാനത്ത് എത്രയാണ്, എങ്ങനെയാണ് അവസ്ഥ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 99% ആളുകളും വാക്സിൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുകളുടെ എണ്ണവും മരണനിരക്കും കുറവുണ്ട് എന്നുള്ള ആശ്വാസമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഉണ്ടാവുകയില്ല. പക്ഷേ ലോക്ക്ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും ഭക്ഷ്യക്കിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ന് റേഷൻ കടയിലെ സമയമാറ്റം, BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതുവരെ ഗ്യാസ് കണക്ഷൻ എടുക്കാത്ത ആളുകൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ ലഭിക്കും. അതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ പോയാൽ മതി. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വരികയാണെങ്കിൽ, കുട്ടികൾക്കുള്ള രോഗപ്രതിരോധ വാക്സിൻ 2 ദിവസത്തിനകം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 1,00,000 ഡോസ് പോളിയോ വാക്സിൻ, 1,00,000 ഡോസ് ന്യൂമോണിയക്കെതിരെയുള്ള ന്യൂമോകോക്ക്, 1.40 ലക്ഷം ഡോസ് റോട്ട വൈറസ് വാക്സിൻ എന്നിവയാണ് അനുവദിച്ചിരിക്കുന്നത്. വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് എത്രയും വേഗം വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തിക്കും. നേരത്തെ തന്നെ വാക്സിൻ ആവശ്യമുള്ള കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ അറിയിച്ചിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ കോവിഡ് വാക്സിൻ ക്രമീകരണം നടത്താൻ നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 51% കുട്ടികളും ഇതിനകം വാക്സിൻ എടുത്തു കഴിഞ്ഞു. 967 സ്കൂളുകളിൽ വാക്സിനേഷന് സൗകര്യം ഏർപ്പെടുത്തും. വാക്സിനേഷൻ നടക്കുന്ന സ്കൂളുകളിൽ നാളെ രാവിലെ PTA മീറ്റിംഗ് ചെയ്യും. 500 കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളിലാണ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കുക. മറ്റു സ്കൂളുകളിൽ ഉള്ള കുട്ടികൾക്ക് തൊട്ടടുത്തുള്ള വാക്സിനേഷൻ കേന്ദ്രങ്ങളായ സ്കൂളുകളിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കാം. ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് സ്കൂളുകളിൽ വാക്സിനേഷൻ ആരംഭിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ മാസം 21 മുതൽ സ്കൂളുകളിൽ വരേണ്ട. ഇവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും. വിക്ടേഴ്സ് ചാനൽ വഴിയാകും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക. പുതുക്കിയ ടൈം ടേബിൾ ഉടൻ പ്രഖ്യാപിക്കും. അതേസമയം അധ്യാപകർ സ്കൂളുകളിൽ വരണമെന്നും ഓൺലൈൻ ക്ലാസ് ആവശ്യമായ നേതൃത്വം വഹിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 10-ാം ക്ലാസ്, +1, +2 ക്ലാസുകൾക്ക് സ്കൂളുകളിൽ ക്ലാസുകൾ തുടരും. ഈ മാസം 22, 23 തീയതികളിൽ 10, +1, +2 ക്ലാസുകൾക്ക് ശുചീകരണ യജ്ഞം നടത്തും. കോവിഡ് കാലത്ത് ക്ലാസ് റൂമുകൾ എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ മാർഗരേഖ സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാകും. മാർഗരേഖ കർശനമായി നടപ്പിലാക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പരിയാരം, കുറുമാത്തൂർ, ചപ്പാരപ്പടവ്, മയ്യിൽ, കൊളച്ചേരി, കുറ്റ്യാട്ടൂർ, മലപ്പട്ടം ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. പുതിയ കണക്ഷൻ വേണ്ടവർക്ക് പഞ്ചായത്ത് തലങ്ങളിൽ ഇപ്പോൾ അപേക്ഷിക്കാമെന്നും മന്ത്രി പറഞ്ഞു. നോർക്ക റൂട്ട്സ് എറണാകുളം ഓഫീസിൽ ജനുവരി 18 ചൊവ്വാഴ്ച സാങ്കേതിക കാരണം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് സെൻട്രൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാൻ ഇപ്പോൾ UPI സൗകര്യം ഉപയോഗിക്കാമെന്ന് KSEB വ്യക്തമാക്കി. KSEBയുടെ കസ്റ്റമർ പോർട്ടൽ ആയ wss.kseb.in വഴിയോ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ KSEB വഴിയോ വൈദ്യുതി ബിൽ അടയ്ക്കാൻ ഇപ്പോൾ UPI സൗകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1912 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓപ്പറേഷൻ P ഹണ്ട് പ്രകാരം സംസ്ഥാനത്ത് 161 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മാസം 10 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ് ഓപ്പറേഷൻ P ഹണ്ട് പ്രകാരം കേസ് എടുക്കുന്നത്. ഇതുവരെ സംസ്ഥാനത്ത് 286 പേരാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായിട്ടുള്ളത്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.